കഴിഞ്ഞ ദിവസം UK നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചായിരുന്നു. അപ്പോൾ അവൻ ആവശ്യപ്പെട്ടൊരു കാര്യം, UK നഴ്സസിൻ്റെ സാലറിയും ഓസ്ട്രേലിയയിലെ നഴ്സസിൻ്റെ സാലറിയും ഒന്ന് കമ്പയർ ചെയ്തൊരു വീഡിയോ ഇടാവുന്നു. അപ്പോൾ ഒരുപാട് പേര് PR ഒക്കെ കിട്ടിയിട്ട് ഇപ്പോഴും അവിടെ തന്നെ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്, വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവനങ്ങനെ ചോദിച്ചത്. അപ്പോൾ UK ഇപ്പോഴത്തെ ഒരു രജിസ്റ്റേർഡ് നഴ്സിൻ്റെ സാലറി, അവിടെ ഈ ബാൻഡ് 5 എന്നാണ് ഒരു രജിസ്റ്റേർഡ് നഴ്സിന് സ്റ്റാർട്ടിങ് ഒരു സ്കെയില്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സാലറി എന്ന് പറയുമ്പം പെർ അവർ, ഞങ്ങളുണ്ടായിരുന്ന സമയത്ത് 14 പൗണ്ടേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം 16.5 പെർ അവർ ആയിട്ടുണ്ട്. 16.5 പൗണ്ട്സ് പെർ അവർ. അപ്പോൾ ഓസ്ട്രേലിയയുടെ സാലറി കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഡയറക്റ്റ് നഴ്സിൻ്റെ സാലറി ആയിട്ട് കമ്പയർ ചെയ്യുന്നില്ല. നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് തൊട്ട് ഇവിടെ ഫുഡ് ഡെലിവറി ചെയ്യുന്നത് ഊബർ ഈറ്റ്സ്, ഇവിടെ ഡോർഡാഷ് ഉണ്ട്. UK അതില്ലെന്ന് തോന്നുന്നു, അവിടെ ജസ്റ്റ് ഈറ്റ് ഒക്കെ ആണല്ലോ. അപ്പോൾ അതുപോലെ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ഡ്രൈവർമാർക്ക് ഇന്ന് തൊട്ട് ഗവൺമെൻറ് അവർലി റേറ്റ് ആക്കിയിട്ടുണ്ട്. അവർലി റേറ്റ് ആക്കിയിട്ടുള്ളത് ഏകദേശം 32 ഓസ്ട്രേലിയൻ ഡോളേഴ്സാണ്. ആ 32 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് പൗണ്ടിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്നത് 16.73 പൗണ്ട്. അപ്പോൾ UK ഒരു നഴ്സിന് കിട്ടുന്നതിനേക്കാളും സാലറി ഇവിടെ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആൾക്കാർ കിട്ടുന്നുണ്ട്. അതാണ് UK ഓസ്ട്രേലിയൻ തമ്മിലുള്ള വ്യത്യാസം, സാലറി. മറ്റു കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇവിടെ ഒരു നഴ്സിന് മണിക്കൂറിന് എത്ര സാലറി കിട്ടുമെന്ന് പറഞ്ഞാൽ, ഒരു എൻട്രി ലെവൽ രജിസ്റ്റേർഡ് നഴ്സിന് $55 മുതൽ $60 വരെ. $60 എന്ന് പറയുമ്പോൾ ഏകദേശം 30 കൂടുതൽ പൗണ്ട് പെർ അവർ, ഓൾമോസ്റ്റ് ഡബിൾ ആണ് സാലറി. അപ്പോൾ ഇവിടുത്തെ എക്സ്പെൻസ് അവിടുത്തെ എക്സ്പെൻസസും തമ്മിൽ ഉള്ളൊരു കമ്പാരിസൺ വേറൊരു വീഡിയോയിലിടാം.